ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ്. കഥ അനുരാഗം പാർട്ട് 15. അവതരണം ഷെറിനൌഷ. അമ്പിളി അമ്മയെ വിളിച്ച് അലമുറയിട്ട് കരയാൻ തുടങ്ങി. ചുറ്റുവട്ടത്തു നിന്നും ബഹളം കേട്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം ആ വീട്ടിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അതിൽ കാര്യമുണ്ടായിരുന്നില്ല. പരമശിവത്തെ ഭയന്ന് ആരും തന്നെ ആ വീട്ടിലേക്ക് കയറി വരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ആ സമയത്താണ് ഗൗരിദാസ് കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നെത്തിയത്. സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയി വന്ന ലക്ഷ്മിയെ കാണാൻ വേണ്ടി ഗൗരിയുടെ കൂടെ കാർത്തികയും അവിടേക്ക് വന്നിരുന്നു. ഗൗരിയും കാർത്തികയും വീടിൻ്റെ മുൻവശത്ത് വന്ന് അവരുടെ ബൈക്ക് നിർത്തിയതും അമ്പിളി കരഞ്ഞു വിളിച്ച് പുറത്തേക്ക് ഓടി വന്നു. ഗൗരിയേട്ടാ, അമ്മയെ അയാൾ ഉപദ്രവിക്കണോ? അവൾ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് ഗൗരിയോടായി പറഞ്ഞു. ഗൗരിദാസ് വീട്ടിലെന്താണ് സംഭവിച്ചതെന്നറിയാതെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. അമ്പിളിയെയും കൊണ്ടവൻ വീട്ടിനകത്തേക്ക് പാഞ്ഞു കയറി. അമ്മേ! അവൻ അകത്ത് റൂമിൻ്റെ വാതിലിൽ ശക്തിയായി തട്ടി വിളിച്ചു. എന്നാൽ ആ വാതിൽ തുറന്നില്ല. മാത്രമല്ല, അകത്തു നിന്നും ലക്ഷ്മിയുടെ കരച്ചിലും പിടച്ചിലും ഉയർന്നു കേട്ടു. ഗൗരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ കഷ്ടപ്പെടുന്നത് മുഴുവനും തൻ്റെ കുടുംബത്തിനും കാർത്തികയ്ക്കും വേണ്ടിയാണ്. അമ്മയെ ഒരാളിങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ തനിക്കെന്ത് ചെയ്യാൻ കഴിയും? അവൻ അമ്പിളിയെ വീടിൻ്റെ വെളിയിലേക്ക് ഇറക്കി മാറ്റി നിർത്തി. ശേഷം കിടപ്പുമുറിയുടെ വാതിലിൽ ആഞ്ഞിടിച്ചു. വലിയ ബലമില്ലാത്ത ആ വാതിൽ ബോൾട്ടിളകി പതിയെ ഇളകി മാറാൻ തുടങ്ങി. ഇളകി മാറിയ വാതിലിനപ്പുറത്തേക്ക് നോക്കിയ ഗൗരിദാസ് തൻ്റെ നെഞ്ച് തകർക്കുന്ന ആ കാഴ്ച കണ്ടു. ലക്ഷ്മിയെ പരമശിവം ബലമായി പിടിച്ചു വച്ചിരിക്കുന്നു. അവളുടെ സമ്മതമില്ലാതെയാണ് അയാൾ അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. അമ്മയുടെ ദേഹത്തെ തുണി മുഴുവനും അയാൾ വലിച്ചു പറിച്ച് എറിഞ്ഞിരിക്കുകയാണ്. അഴിഞ്ഞുലഞ്ഞ മുടിയും വസ്ത്രങ്ങളും ഒപ്പം തന്നെ കഴുത്തിലും മുഖത്തും ചുവന്നു തിണർത്ത പാടുകളും. വാതിലിന് മുൻപിൽ ഗൗരിദാസിനെ കണ്ട ലക്ഷ്മി സങ്കടത്തോടെ നിലത്ത് ഊർന്നു വീണ സാരിയെടുത്ത് വലിച്ചു വാരി ദേഹം മറച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പരമശിവം ഗൗരിയെ നോക്കി ചുണ്ടു നനച്ചു. അയാളുടെ മുഖം വികൃതമായി. അയാൾ ദേഷ്യത്തോടെ മുണ്ട് വലിച്ചു മടക്കി കുത്തി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അയാൾ ഗൗരിദാസിനെ കനപ്പിച്ചൊന്നു നോക്കി. ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ എനിക്കും അവൾക്കും ശല്യം ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ ആരാ? അയാൾ ഗൗരിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. ശബ്ദം കേട്ട അമ്പിളിയും കാർത്തികയും വീടിൻ്റെ അകത്തേക്ക് കയറി വന്നിരുന്നു. ഗൗരിദാസ് പരമശിവത്തിൻ്റെ ആ ചോദ്യത്തിൽ ഒന്ന് പകച്ചു. ശരിയാണ്, ഇയാൾ അമ്മയുടെ ഭർത്താവാണ്. പക്ഷേ സുഖമില്ലാത്ത അമ്മയോട് ഈ സമയത്ത് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ? അമ്മ ഈ ഭർത്താവിനെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? രണ്ടിലൊന്നറിഞ്ഞതിന് ശേഷമേ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പാടുള്ളൂ. അത് മനസ്സിലാക്കിയ ഗൗരിദാസ് അമ്മയുടെ അകത്ത റൂമിലേക്ക് കയറി ചെന്നു. അമ്മേ, ഇയാൾ അമ്മയുടെ ഭർത്താവാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചെറിയ പ്രായത്തിലാണ് ഇയാളെ ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയില്ല. ഗൗരി ലക്ഷ്മിയുടെ കൈകളിൽ പിടിച്ചു. അമ്മേ, സത്യം പറഞ്ഞോളൂ, ഇയാൾ അമ്മയെ ഉപദ്രവിച്ചോ? അതല്ല, ഈ ഭർത്താവിനെ അമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? ഇയാൾ അമ്മ സ്നേഹിക്കുന്നുണ്ടോ? അമ്മയുടെ സമ്മതത്തോടെയാണോ ഇയാൾ അമ്മയുടെ ദേഹത്ത് തൊട്ടത്? ഗൗരിദാസിൻ്റെ ശബ്ദം കനത്തു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. പരമശിവം ലക്ഷ്മിയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. അമ്മേ, ഇയാളുമായിട്ടുള്ള ബന്ധം അമ്മയ്ക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അമ്മയോട് എതിർത്ത് സംസാരിക്കില്ല. അമ്മയുടെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അമ്മ ഇയാളെ വിവാഹം കഴിച്ചിരുന്നു എന്നത് ഒരു ശാപമായിട്ട് കാണണ്ട. ഗൗരിദാസിൻ്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ധൈര്യത്തിൻ്റെ നേർത്ത തിരി തെളിഞ്ഞു. തൻ്റെ മകൻ പണ്ടത്തെ ആ പൊട്ടിച്ചെറുക്കനല്ല. അവൻ തണ്ടും തടിയുമുള്ള അമ്മയെ സംരക്ഷിക്കാൻ പോന്ന ആണൊരുത്തനായിരിക്കുന്നു എന്നത് ലക്ഷ്മി അമ്മയ്ക്ക് ധൈര്യം നൽകി. അവർ മകൻ്റെ അടുത്തേക്ക് വന്നു. മോനെ ഗൗരി, അമ്മയുടെ നിവൃത്തികേട് കൊണ്ടാ അന്ന് ഇയാളുമായിട്ടുള്ള എൻ്റെ വിവാഹം നടന്നത്. ഇയാളെ വിവാഹം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവാഹം കഴിച്ച ശേഷം എനിക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ഇയാളെ ഞാൻ സ്നേഹിച്ചു. പരമാവധി ഇയാളെ ഒരു മനുഷ്യനാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇയാൾ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയില്ല. ഇയാൾക്കൊരു ഭാര്യയോ കുടുംബമോ ആവശ്യമുണ്ടായിരുന്നില്ല. ഇന്ന് വരെ ഇയാളെൻ്റെ ശരീരം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എതിർക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഭീഷണിപ്പെടുത്തി എന്നെ ഇയാൾ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവർ ഗൗരിയെ നോക്കി പൊട്ടിക്കരഞ്ഞു. ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ
എൻ്റെ മനസ്സിലാകെ ഒരു വിറയലായിരുന്നു. ഈ മനുഷ്യനുമൊത്ത് ഒരു സന്തോഷമുള്ള സമയം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഗൗരി. ലക്ഷ്മി ഗൗരിദാസിൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. മോനെ ഗൗരി, ഇനിയെങ്കിലും അമ്മയ്ക്ക് സ്വസ്ഥത വേണടാ. ഈ നരക ജീവിതത്തിൽ നിന്നും നീ എന്നെ മോചിപ്പിച്ചതാടാ. ലക്ഷ്മി ഗൗരിയുടെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നാഡീനരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ പരമശിവത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോഴേക്കും പരമശിവം ദേഷ്യത്തോടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പാഞ്ഞു വരികയായിരുന്നു. അയാൾക്ക് ലക്ഷ്മി തന്നെക്കുറിച്ച് പറഞ്ഞ കുറ്റങ്ങളെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. എടീ, നിനക്കെന്നെ വേണ്ടെന്നോ? എന്നെ ഒഴിവാക്കി കണ്ടവന്മാരുടെ കൂടെ സുഖിക്കാൻ നിന്നെ ഞാൻ വിടില്ലെടി. പരമശിവം അവളുടെ മുൻപിലേക്ക് ഒരു വേട്ട മൃഗത്തെ പോലെ ഓടിയെടുത്തു. എന്നാൽ ലക്ഷ്മിയെ ഗൗരി പിന്നോട്ട് മാറ്റി നിർത്തി. മിസ്റ്റർ, നിങ്ങളെൻ്റെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ നിന്നും ഇപ്പോഴും അടിച്ചിറക്കാത്തത്. അതെൻ്റെ ഒരു കഴിവുകേടായി നിങ്ങൾ കരുതരുത്. എൻ്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ടാവും. അവൻ അയാൾക്ക് നേരെ വിരലുയർത്തി. ഇനി മേലിൽ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. നിങ്ങൾ കാരണം ഇനി എൻ്റെ കുടുംബത്തിനകത്ത് ഒരു തുള്ളി കണ്ണുനീർ വീഴാൻ പാടില്ല. ഇനിയെങ്ങാനും എൻ്റെ അമ്മയെ നിങ്ങളൊരു നോട്ടം കൊണ്ടെങ്കിലും ഉപദ്രവിച്ചാൽ എൻ്റെ ഈ സ്വഭാവം പിന്നെ ഉണ്ടാവില്ല. അവൻ പരമശിവത്തെ താക്കീതോടെ നോക്കി. ഗൗരിദാസിൻ്റെ രൂക്ഷമായ നോട്ടത്തിലും ഉറച്ച വാക്കുകളിലും അയാളൊന്നു പതറിയിരുന്നു. തൽക്കാലം ഇവിടം നിന്ന് തിരികെ പോകുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. അവനോട് വീണ്ടും എതിർക്കാൻ നിൽക്കാതെ ആ വീട്ടിൽ നിന്നും അയാൾ പുറത്തേക്കിറങ്ങി. എന്നാൽ വീടിന് പുറത്തെത്തിയ അയാൾ ഒന്ന് വല്ലാതായി. ഗൗരിയുടെ വീടിന് ചുറ്റിനും നിറയെ ആ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ കൂട്ടം കൂടിയിരുന്നു. എല്ലാവരും അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ എന്തോ പിറുപിറുക്കുന്നുണ്ട്. ഗൗരി തന്നെ ആ വീട്ടിൽ നിന്നും അപമാനിച്ചിറക്കിയതാണെന്ന് കൂടി നിന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പരമശിവം ചവിട്ടേറ്റ പാമ്പിനെ പോലെ പകയോടെ ഗൗരിയെ നോക്കി. ആളുകൾ പരിഹാസത്തോടെയാണ് പരമശിവത്തെ നോക്കി ചിരിച്ചത്. അയാൾക്ക് താൻ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നു പോകുന്നത് പോലെ തോന്നി. അയാളുടെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ അഗ്നി ജ്വലിച്ചു. ഇറങ്ങിപ്പോവുമ്പോൾ അയാൾ ഗൗരിദാസിനരികിൽ നിൽക്കുന്ന അമ്പിളിയെയും കാർത്തികയെയും ഒരിക്കൽ കൂടി നോക്കി. ലക്ഷ്മിക്ക് പകരം ഇതിലൊന്നിനെ താനിങ്ങെടുക്കുമെന്ന് അയാൾ ഉള്ളിൽ ഉറപ്പിച്ചു. ഗൗരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പരമശിവത്തിന് അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല. ബാറിൽ കുടിച്ചു പൂസായ അയാൾ പാതിരാത്രി വരെ കഴിച്ചുകൂട്ടി. അയാൾ ഗൗരിയോടുള്ള പകയോടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നില്ല ഗൗരി. ഇതിനു പകരമായി ഒരുപാട് രാത്രികളിൽ നീ ഉറങ്ങാതെ ഇരിക്കേണ്ടി വരും. നിന്റെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തും. അനുരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.